ഹായ് ഓൾ, വെൽക്കം ടു CS ഹബ്ബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഹൗ ടു ഫൈൻഡ് എ കാൻഡിഡേറ്റ് കീ. നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് വി ലുക്ക് വാട്ട് ഈസ് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ ഈസ് എ സെറ്റ് ഓഫ് മിനിമൽ that can identify each tuple uniquely in the given relation is called a candidate key. Set of minimal attribute ആണ് candidate key which can uniquely identify. Okay, അതാണ് ഒരു candidate key. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു റിലേഷൻ എടുക്കുക. സ്റ്റുഡൻ്റ്, ആ സ്റ്റുഡൻറ്റിൻ്റെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ഒന്ന് ഫോൺ നമ്പർ, ലൈസൻസ് നമ്പർ, ആധാർ നമ്പർ, ഇമെയിൽ ID, ദെൻ രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, ദിസ് ഈസ് ദി സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്. ഇതിന് നമുക്ക് കാൻഡിഡേറ്റ് കീ എന്ന് പറയാം. പക്ഷെ കാൻഡിഡേറ്റ് കീൻ്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? ഈസ് എ മിനിമൽ സെറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു മിനിമൽ സെറ്റാണ്. എങ്ങനെയാണ് മിനിമൽ സെറ്റ് കണ്ടുപിടിക്കുക? ഇപ്പം നമ്മൾ ഫോൺ നമ്പർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിൻ്റെ ഫോൺ നമ്പറാണ് ആ ഒരു ടപ്പിളായിട്ട് എടുക്കുന്നതെങ്കിൽ ഈ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, ആ പാരൻറ്റിൻ്റെ രണ്ട് സ്റ്റുഡൻറ്റ് ആ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റുഡൻറ്റിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു എസെൻഷ്യൽ ആട്രിബ്യൂട്ട് അല്ല. അപ്പോൾ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക, ലീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ എസെൻഷ്യൽ ആട്രിബ്യൂട്ടാണ് രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, പിന്നെന്താണ്, ഇമെയിൽ ID എസെൻഷ്യൽ ആക്കാം. അതേപോലെ ആധാർ നമ്പർ എസെൻഷ്യലാണ്. ഓക്കെ, അങ്ങനെയാണ് ഒരു മിനിമൽ സെറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കാൻഡിഡേറ്റ് കീൻ്റെ അത് ഒരു കാൻഡിഡേറ്റ് കീ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, കാൻഡിഡേറ്റ് കീൻ്റെ മറ്റൊരു ഡെഫിനിഷനാണ് കാൻഡിഡേറ്റ് കീ ഈസ് എ മിനിമൽ സൂപ്പർ കീ. ഓക്കെ, എന്താണ് മിനിമൽ സൂപ്പർ കീ ഈസ് കോൾഡ് കാൻഡിഡേറ്റ് കീ. അപ്പം മിനിമൽ സൂപ്പർ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. നമ്മളിപ്പം സെറ്റ് ഓഫ് കീസ് എടുത്തു അല്ലേ. ഒരു സ്റ്റുഡൻറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ലൈസൻസ് നമ്പർ വരാം, ആധാർ നമ്പർ വരാം, ഇമെയിൽ വരാം, രജിസ്ട്രേഷൻ നമ്പർ വരാം. ഇങ്ങനെയുള്ള ഇതൊക്കെ എന്താണ്, ഈ ഒരു സെറ്റാണ് സൂപ്പർ കീ. പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ടാണ് നെയിം വരാം, മാർക്ക് വരാം. ഓക്കെ, ഇതൊക്കെ കീസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അതിൻ്റെ മിനിമൽ സെറ്റാണ്. അപ്പോൾ സൂപ്പർ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെ വരും? യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടും വരും, അതേപോലെ നോൺ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടും വരും. ഇപ്പം നെയിം യുണീക്ക് ആട്രിബ്യൂട്ടാന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു കോളേജിൽ തന്നെ സെയിം നെയിമിലുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അതിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് എന്തിൽ ഉൾപ്പെടുത്താം? സൂപ്പർ കീ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ സൂപ്പർ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണീക്ക് കീയും അതേപോലെ നോൺ യുണീക്ക് കീയും കൂടി ചേർന്നതാണ്. അത് രണ്ടും വരുന്നതാണ് സൂപ്പർ കീ. ഓക്കെ, അതിൻ്റെ മിനിമൽ സെറ്റാണ് കാൻഡിഡേറ്റ് കീ. ഇനി അപ്പോൾ കാൻഡിഡേറ്റ് കീയും സൂപ്പർ കീയും എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, കാൻഡിഡേറ്റ് കീയിൽ എന്തേ ഉണ്ടാവുള്ളൂ? യുണീക്ക് കീ മാത്രമേ ഉണ്ടാവുള്ളൂ. സൂപ്പർ കീയിൽ യുണീക്കും ഉണ്ടാവും, അതേപോലെ നോൺ യുണീക്ക് കീസും ഉണ്ടാവും. ഓക്കെ, ഇനി എന്താണ് പ്രൈമറി കീ? ഓക്കെ, കാൻഡിഡേറ്റ് കീ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രൈമറി കീയും കൂടെ അറിയാം. എന്താണ് പ്രൈമറി കീ? അപ്പോൾ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ എ സിംഗിൾ കാൻഡിഡേറ്റ് കീ ആണ്. സിംഗിൾ കാൻഡിഡേറ്റ് കീ ആണ് എന്ത്? പ്രൈമറി കീ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ യുണീക്ക് കീ ആണ്. ഇനി സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ യുണീക്ക് പ്ലസ് നോൺ യുണീക്ക്. ഓക്കെ, ഇനി പ്രൈമറി കീ എന്താണ്? ഈ കാൻഡിഡേറ്റ് കീയിലുള്ള ഒരു സിംഗിൾ കീ ആണ്, അല്ലെങ്കിൽ സിംഗിൾ കാൻഡിഡേറ്റ് കീ ആണ് പ്രൈമറി കീ. അപ്പം എന്തായാലും എന്തായിരിക്കും? യുണീക്ക് കീ ആയിരിക്കും. പക്ഷെ പ്രൈമറി കീയിൻ്റെ പ്രത്യേകത എന്താണ്? അത്
നള്ളാവാൻ പാടില്ല. നെവർ നൾ. നെവർ നൾ. അപ്പം നേരത്തെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സാമ്പിളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കീ ആണ് രജിസ്ട്രേഷൻ കീ. സ്റ്റുഡൻറ്റിൻ്റെ രജിസ്ട്രേഷൻ കീ ഒരിക്കലും നള്ളാവില്ല. അത് സ്കൂൾ പ്രൊവൈഡ് അല്ലെങ്കിൽ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്പറാണ്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് നള്ളാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ യുണീക്ക് കീ ആണ്. അതിൻ്റെ കൂടെ നള്ളും കൂടെ വരും. ഓക്കെ, കീസ് നള്ളും കൂടെ ആവാം. ഇതാണ് 3 കീസും: സൂപ്പർ കീ, പ്രൈമറി കീ ആൻഡ് കാൻഡിഡേറ്റ് കീ. ഇനി മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീ പോസിബിൾ ആണ്. ഓക്കെ, ഓരോ റിലേഷനിലും മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീസ് പോസിബിൾ ആണ്. ഇനി കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാൻ അതിന് പ്രത്യേകമായിട്ടൊരു ഫോർമാറ്റൊന്നുമില്ല. ഓക്കെ, എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. വി ക്യാൻ യൂസ് 2 സ്റ്റെപ്സ്. ഓക്കെ, ഫസ്റ്റ്, ഡിറ്റർമിൻ ഓൾ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ഓഫ് ദി ഗിവൺ റിലേഷൻ. റിലേഷനിലുള്ള എല്ലാ എസെൻഷ്യൽ ആട്രിബ്യൂട്ടിനെയും കണ്ടുപിടിക്കുക. എന്താണ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്? വാട്ട് ഈസ് മീൻ ബൈ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്? എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ആർ ദോസ് ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ നോട്ട് പ്രസൻറ്റ് ഓൺ RHS ഓഫ് എനി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിലെ RHSൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാത്ത ആട്രിബ്യൂട്ട്സ് ആണ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുക്കുകയാണ്. A ഡിറ്റർമിൻസ് B, അതേപോലെ C ഡിറ്റർമിൻസ് D. ദീസ് ആർ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് വിച്ച് ആർ ഗിവൺ. ഓക്കെ, ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഏതാണ്? BD. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏതാണ്? AC. എന്താണ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്? ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാത്ത ആട്രിബ്യൂട്ട്, ദാറ്റ് ഈസ് AC. AC ഈസ് ദ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. അപ്പം ഈ AC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് പാർട്ട് ഓഫ് എവരി കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായിട്ട് എന്ത് വരും? ഈ ഒരു എസെൻഷ്യൽ ആട്രിബ്യൂട്ട് വരും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് ദ റിമൈനിങ് ആട്രിബ്യൂട്ട്. ഇപ്പം AC എന്ന് പറയുന്നത് എസെൻഷ്യൽ ആട്രിബ്യൂട്ടും BD എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, റിമൈനിങ് ആട്രിബ്യൂട്ട്സ് എല്ലാം എന്താണ്? നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ടാണ്. ദിസ് ഈസ് ബിക്കോസ് ദേ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ യൂസിങ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. ഇനി ഈ നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ടിൽ 2 കേസസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി 2 കേസസ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഓൾ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ടുഗദർ ക്യാൻ ഡിറ്റർമിൻ ഓൾ റിമൈനിങ് നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ്. ഈ ഒരു എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സിന്ന് എല്ലാ നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ടും റിലേഷനിലുള്ള എല്ലാ ആട്രിബ്യൂട്ടും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? കാൻഡിഡേറ്റ് കീ എന്ന് പറയാം. ഇപ്പം നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R ഓഫ് A, B, C, D ആണ്. ഓക്കെ, ഇവിടെ എസെൻഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തന്നിട്ടുണ്ടായിരുന്നു. A gives B, അതേപോലെ C gives D. AC ഈസ് ദ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. ഈ ACന്ന് നമുക്ക് ഏതൊക്കെ ഡിറ്റർമിൻ ചെയ്യാം? A ഡിറ്റർമിൻ ചെയ്യാം, C ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ഇനി Aന്ന് നമുക്ക് ഏത് ഡിറ്റർമിൻ ചെയ്യാം? B ഡിറ്റർമിൻ ചെയ്യാം. Cന്ന് ഏത് ഡിറ്റർമിൻ ചെയ്യാം? D ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ആട്രിബ്യൂട്ടും ഇവിടെ AC എന്ന് പറയുന്ന എസെൻഷ്യൽ ആട്രിബ്യൂട്ടിൽ നിന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, A, B, C, D കിട്ടി. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഈ എസെൻഷ്യൽ ആട്രിബ്യൂട്ടിൻ്റെ കോമ്പിനേഷൻ, ദ കോമ്പിനേഷൻ ഓഫ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ഈസ് ദ കാൻഡിഡേറ്റ് കീ. അത് നമ്മളിപ്പോൾ കണ്ടു. ഇനി ഇറ്റ് ഈസ് ദ ഓൺലി പോസിബിൾ കാൻഡിഡേറ്റ് കീ. അതിന്ന് എല്ലാം കിട്ടുകയാണെങ്കിൽ, ആ എസെൻഷ്യൽ ആട്രിബ്യൂട്ടിൽ നിന്ന് എല്ലാ ആട്രിബ്യൂട്ടിനെയും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ കാൻഡിഡേറ്റ് കീ എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു കേസ് ഉണ്ട്. ഇഫ് ഓൾ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ടുഗദർ കനോട്ട് ഡിറ്റർമിൻ ഓൾ റിമൈനിങ് നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. ഇപ്പം AC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ നിന്ന് നമുക്ക് Bയും Dയും ഡിറ്റർമിൻ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് AC എന്തായത്? കാൻഡിഡേറ്റ് കീ ആയത്. ഇനി ACന്ന് D മാത്രമേ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെന്താക്കാൻ പറ്റില്ല? കാൻഡിഡേറ്റ് കീ ആക്കി എടുക്കാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു കേസിലാണ് എന്താവുന്നത്? മൾട്ടിപ്പിൾ കീസ്
കാൻഡിഡേറ്റ് കീ പോസിബിളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ഈ ഒരു എസെൻഷ്യൽ ആട്രിബ്യൂട്ട് വെച്ചിട്ട് കോമ്പിനേഷൻസ് ഉണ്ടാക്കി നോക്കുക. നമുക്കിപ്പം ഇവിടെ AC B എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിയും ഡിയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ACBD ഡിറ്റർമിൻ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ACB എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് കാൻഡിഡേറ്റ് കീനെ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, 2 സ്റ്റെപ്പാണുള്ളത് കാൻഡിഡേറ്റ് കീ ഫൈൻഡ് ചെയ്യാൻ. എസെൻഷ്യൽ ആട്രിബ്യൂട്ടും നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ടും എടുത്തതിന് ശേഷം അതിൻ്റെ കോമ്പിനേഷൻ നോക്കിയിട്ടാണ് കാൻഡിഡേറ്റ് കീനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ കാൻഡിഡേറ്റ് കീ ഓഫ് റിലേഷൻ ABCDEF വിത്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഇവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഏതാണ്? A gives B, ആരോയാണ് അത്? C gives D. ഓക്കെ, D gives E. ഫൈൻഡ് ദ കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ ഏതാന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രസൻറ്റ് അല്ലാത്ത കീസ് ഏതൊക്കെയാണ് നോക്കിയേ. ഏതാണ്? AC. AC ഈസ് ദി എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. ഓക്കെ, ഈ എസെൻഷ്യൽ ആട്രിബ്യൂട്ടിൽ നിന്ന് ഈ റിലേഷനിലുള്ള എല്ലാ ആട്രിബ്യൂട്ടിനെയും നമുക്ക് ഡിറ്റർമിൻ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ AC ഈസ് ദി എന്താണ്? കാൻഡിഡേറ്റ് കീ. നോക്കാം, എയിന്ന് നമുക്ക് ഏതൊക്കെ എടുക്കാം? B എടുക്കാം അല്ലേ? AC കൊടുക്കുമ്പം എയിന്ന് എയും എടുക്കാം, അതേപോലെ ബിയും നമുക്ക് ഡിറ്റർമിൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി C ആണല്ലോ. സിന്ന് ഏത് ഡിറ്റർമിൻ ചെയ്തെടുക്കാൻ പറ്റും? D. ഓക്കെ, അതേപോലെ സിയും. അപ്പോൾ ABCD. ഇനി Dന്ന് ഏത് ഡിറ്റർമിൻ ചെയ്തെടുക്കാൻ പറ്റും? E എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇന്ന് F ഉണ്ടോ? F കിട്ടുന്നില്ല, നമുക്ക് F ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ, ABCDE മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യുക? ഈ നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ടായ എന്താണ് F വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കോമ്പിനേഷൻ ആക്കാം. ഇവിടെ F കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ABCDEF എന്ന് പറയുന്ന എല്ലാ ആട്രിബ്യൂട്ടിനെയും നമുക്ക് കിട്ടും. സോ ദ ആൻസർ ഈസ് ACF. ഓക്കെ, എനി ഡൗട്ട്? യു ക്യാൻ കമൻറ്റ്. ഓക്കെ, കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് R of ABCDEF find the candidate key of relation R if functional dependencies are given. ഇവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? C gives F, E gives A, EC gives D, then A gives B. ഇവിടുത്തെ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? C ഉണ്ട്, E ഉണ്ട്, പിന്നെ എ ഉണ്ടോ? ഇല്ല, സിയും ഇയും ആണ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. ഓക്കെ, ഈ സിന്നും ഇന്നും എല്ലാ പോസിബിളായിട്ടുള്ള ആട്രിബ്യൂട്ടും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ സിന്നും ഇന്നും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ടാണ്. ഒന്ന് C വരും, പിന്നെ സിന്ന് എഫിലേക്കുണ്ട്. ഓക്കെ, എഫ് എന്നുണ്ടോ? ഇല്ല. ഇനി ഇന്ന് ഇ വരും, എ വരും, ദെൻ ECന്ന് D വരും, ദെൻ എയിന്ന് B വരും. ഓക്കെ, അപ്പം ABCDEF. അപ്പം ഏതാണ് ഇവിടുത്തെ കാൻഡിഡേറ്റ് കീ? EC ഈസ് ദ or CE ഈസ് ദ കാൻഡിഡേറ്റ് കീ. ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഐഡിയ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സൂപ്പർ കീസ്. സൂപ്പർ കീസ് എത്ര ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എനിക്ക് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, let R of A, B, C, D, E with FDs. AB gives C, C gives D, B gives E. Determine the candidate key. Candidate key. ഇനി essential attributes ഏതാണ്? essential attributes ആണ് A, B, AB അല്ലേ? C, D, E നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ആണ്. കാരണം എന്താ? സി റൈറ്റ് സൈഡിൽ പ്രസൻ്റ് ആണ്. അപ്പം എ ബിന്ന് എ ബി സി ഡി ഇ ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ അതാണ് കാൻഡിഡേറ്റ് കീ. അപ്പം എ ബിന്ന് നമുക്ക് ഏത് കിട്ടി? എ ബി സി കിട്ടി അല്ലേ? സിന്ന് ഡി കിട്ടി, പിന്നെ ബിന്ന് ഇ കിട്ടി. അപ്പോൾ എ ബി ഈസ് ദ കാൻഡിഡേറ്റ് കീ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, given the relation schema R E F G H I J K L M N and F D's functional dependencies തന്നിട്ടുണ്ട്. E F gives E G, E F gives E G, F gives I J, E H gives K L, K gives M, L gives N. Find the key of R. R എന്ന് പറയുന്ന റിലേഷനിലെ കീ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ഇ എഫ് ഇയും എഫും എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ആണോ? ആണ്. റൈറ്റ് സൈഡിൽ ഇയും എഫും ഇല്ല. ഇനി എച്ച് എസെൻഷ്യൽ ആണോ? അതെ. കെ എസെൻഷ്യൽ ആണോ? അതെ. എൽ എസെൻഷ്യൽ ആണോ? അല്ല. അപ്പം ഇ എഫ്, ഇനി ഇ എഫിന് ഏത് കിട്ടി? ജി ഇ എഫിന് കിട്ടി അല്ലേ? ഇനി എഫിന്ന് ഏതൊക്കെ കിട്ടും? ഐയും ജെയും കിട്ടും. ഇനി ഇ എച്ചിന്ന് ഏതൊക്കെ കിട്ടും? ഇയും എച്ചും. ഇ എച്ച് ഇല്ലല്ലോ. ഇ എഫ് സോറി, നമുക്ക് വെക്കാം. അപ്പം ഇ എഫ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ആണ് നോക്കുന്നത്. എച്ച് കെ, കെ എസെൻഷ്യൽ അല്ല, എന്താണ് റൈറ്റ് സൈഡിലുണ്ട്. സോ അതിന് റിമൂവ് ചെയ്യുക. ഇനി ഇ എഫ് എച്ച് കെ ഇല്ല, എല്ലില്ല. ഓക്കെ, ഇതാണ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. അപ്പം ഇന്നും എഫ് എന്നും നമുക്ക് ഏത് ഡിറ്റർമിൻ ചെയ്യാം? ഇ എഫ് ജി. ഓക്കെ. എഫ് എന്ന് ഏത് ചെയ്യാം? ഐ ജെ, പിന്നെ ഐ ജെ. ഇനി ഇ എച്ച്, ഇ എച്ച് ഉണ്ടോ? ഓക്കെ. ഇ എച്ച് എന്ന് ഏത് ചെയ്യാം? കെ എൽ. ഓക്കെ. ഇനി കെന്ന് ഏത് ചെയ്യാം? എം. ഇനി എല്ലെന്ന് ഏത് ചെയ്യാം? എല്ലെന്ന് എൻ. അപ്പം എല്ലാ ആട്രിബ്യൂട്ടും കിട്ടിയോ? ഇ എഫ് ജി എച്ച്, എച്ച് ഉണ്ട് കേട്ടോ, ഇവിടെ ഉള്ളത് കൊണ്ട് കൊടുത്തു. എച്ച് ഐ ജെ കെ എൽ എം എൻ, ഇ എഫ് എച്ച് കെ എൽ. അപ്പം ഏതാണ് കീ? ഇ എഫ് എച്ച്. ദിസ് ഈസ് ദി ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ കാൻഡിഡേറ്റ് കീ ഓഫ് ആർ എ ബി സി ഡി ഇ എച്ച് ഇഫ് ദ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആർ എ ഗിവ്സ് ബി, ബി സി ഗിവ്സ് ഡി, ഇ ഗിവ്സ് സി, ഡി ഗിവ്സ് എ. ഓക്കെ. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പം എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ് നോക്കുക അല്ലേ? ഈ റൈറ്റ് സൈഡിൽ ഇല്ലാത്ത ആട്രിബ്യൂട്ടാണ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. ഇവിടെ ഇ വരുന്നുണ്ട് അല്ലേ? പിന്നെ എ ബി സി ഡി എന്നുള്ളത് നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ടാണ്. പിന്നെ ഏതാണുള്ളത്? എച്ച്. എച്ച് റൈറ്റ് സൈഡിലില്ല. സോ ഇ എച്ച് ഈസ് ദി എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1ഉം 2ഉം എന്തായാലും അല്ല. ഇനി ഏതാണുള്ളത്? എ ഇ എച്ച്, ബി ഇ എച്ച്, ബി സി എച്ച്, എ ഇ എച്ച്, ബി ഇ എച്ച്, ഡി ഇ എച്ച്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. കാൻഡിഡേറ്റ് കീയിലെ ഒരു പാർട്ടായിരിക്കും എന്ത്? എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. അപ്പം ഓപ്ഷൻ നമ്പർ 3യിൽ ഇയും എച്ചും ഇല്ല.
അല്ലേ? സി എച്ചും ബി യു ആണുള്ളത്, ഈ എച്ച് ഇല്ല. അതുകൊണ്ട് ആൻസർ ഏതാണ്? 4 ആണ്. ഓക്കെ, അപ്പം കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായിരിക്കും എസെൻഷ്യൽ കീ. ക്ലിയർ ആയോ? നമുക്കൊന്ന് ബി സി എച്ച് എന്നൊന്ന് നോക്കി നോക്കാം ആട്രിബ്യൂട്ട് കിട്ടുമോ എന്നുള്ളത്. ബി സി, ഓക്കെ, അപ്പം ബി സി എന്ന് ഏതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്? ഡി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, എച്ച് എന്ന് ഇല്ല. ബി സി ഡി, എച്ച് കൊടുക്കാം. ഇനി ഡിന്ന് എ, പിന്നെ ഇ ഉണ്ടോ? ഇ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇവിടെ കിട്ടുന്നില്ല. സോ ഇത് നോട്ട് കറക്റ്റ് ആണ്. ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.